കുട്ടികൾക്ക് പഠിക്കാൻ ഒരു ഫോക്കസ് സോൺ എന്തുകൊണ്ട് വേണം? ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. കുട്ടിക്ക് ഇഷ്ടമുള്ള ഇടത്ത് കുട്ടി പഠിക്കട്ടെ, അങ്ങനെയായിരിക്കും കരുതിയിരിക്കുക. ഒരു കുട്ടിയുടെ പഠന ജീവിതത്തെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണിത്. കുട്ടികൾക്ക് പഠിക്കാനിരിക്കാൻ വീട്ടിലൊരു ഫോക്കസ് സോൺ വേണം. ഓരോ കുട്ടിക്കും സ്വന്തമായ ഒരു സ്പേസ് വേണമെന്നർത്ഥം. അതൊരു അധ്യയന വർഷത്തിൽ മാറാനും പാടില്ല. കുട്ടിക്ക് പഠിക്കാൻ മാത്രമുള്ള ഒരു ചെറിയ ഇടം, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഒരു സുരക്ഷിതമായ സ്ഥലം, കുട്ടിയുടെ മനസ്സിന് ഒരു സന്ദേശം നൽകുന്ന ഒരു കോർണർ. ഇവിടെ ഇരുന്നാൽ ഞാൻ പഠിക്കാൻ തുടങ്ങും എന്ന് കുട്ടിയുടെ മനസ്സിൽ തോന്നണം. ഇവിടെ ഇരുന്നാൽ എൻ്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും കുട്ടിക്ക് തോന്നണം. ഇവിടെ ഇരുന്നാൽ ഞാൻ എൻ്റെ ഭാവിക്കായി ഓരോ ചെറിയ സ്റ്റെപ്പും വയ്ക്കുമെന്ന് കുട്ടിക്ക് തോന്നണം. ഇന്നിങ്ങനെ ഒരു വീഡിയോ തരുന്നതിന് കാരണം, നമുക്ക് ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ കുട്ടികളുടെ സ്കൂൾ തുറക്കുന്നതിന്. വീട്ടിൽ ഒരു ഫോക്കസ് സോൺ റെഡിയായിട്ടില്ലെങ്കിൽ എങ്ങനെ ഒരു ഫോക്കസ് സോൺ റെഡിയാക്കി എടുക്കാം? ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വലിയ സ്റ്റഡി റൂം ആവണമെന്നില്ല. വലിയ ടേബിളോ എക്സ്പെൻസീവായ ചെയറോ വലിയ വില കൂടിയ ലാമ്പുകളോ അലങ്കാരങ്ങളോ ഒന്നും ഇവിടെ നിർബന്ധമില്ല. ഒരു ചെറിയ കസേര, ഒരു മേശ, നല്ല വെളിച്ചം, ഒരു കുപ്പി വെള്ളം, പുസ്തകങ്ങൾ വയ്ക്കാൻ ഒരു ചെറിയ സ്ഥലം, പെൻസിൽ, പേന, ഇറേസർ, സ്കെയിൽ, ബോക്സ് എന്നിവ ഒറ്റ സ്ഥലത്ത് അടുക്കി വയ്ക്കാൻ ഒരു ഇടം. കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ പോസിറ്റീവ് കോട്ട് അവിടെ എഴുതി വയ്ക്കാം. ഞങ്ങൾ സാധാരണയായി ലെറ്റ്യൂഡിൽ കൊടുക്കുന്ന ആ പോസിറ്റീവ് കോട്ട് ഇതിൻ്റെ തമ്പനയിലിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്യാം. അതല്ല, ഞങ്ങളോടൊപ്പം ഇതുപോലുള്ള പ്രാക്ടീസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും വാട്സാപ്പ് ലിങ്ക് എടുത്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ചിത്രം തന്നിരിക്കും. ഇത്രയേ ഉള്ളൂ. കുട്ടിയുടെ മനസ്സിൽ എൻ്റെ പഠനം എൻ്റെ മാത്രം അത്യാവശ്യമാണ്, എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് കുട്ടിക്ക് ചിന്തിക്കാനൊരു ഏരിയ. വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരാ, കുട്ടി ആക്ഷനും എടുക്കണം. അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം. കുട്ടികൾക്ക് പഠിക്കാൻ കഴിവില്ലാത്തതല്ല ഇവിടെ പ്രശ്നം. കുട്ടിക്ക് ബുദ്ധിയില്ലാത്തതല്ല പ്രശ്നം. എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത് കുട്ടിയുടെ മനസ്സ് പഠനത്തിനായി തയ്യാറാകുന്നില്ല. ചുറ്റും പല കാര്യങ്ങളും ഉണ്ടാവും, കുട്ടിയുടെ ശ്രദ്ധ മാറ്റുന്ന പല കാര്യങ്ങൾ. നമ്മളെ ആരും ഒരു സ്കൂളിലും ഒരു സിലബസിലും എങ്ങനെ സ്വന്തം ഗോളിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നില്ല, പഠിപ്പിച്ചിട്ടുമില്ല. മാത്രമല്ല, കുട്ടിക്കൊരു ഗോൾ ഉണ്ടാവണം. ഓരോ ദിവസവും കുട്ടിക്കൊരു ഗോൾ ഉണ്ടാവണം. സ്കൂളിൽ പോയി പഠിക്കുന്നത് കുട്ടിയുടെ ഒരു വലിയ ഗോളിൻ്റെ ചെറിയ ഭാഗം മാത്രമാണെന്ന് കുട്ടി അറിയുകയും വേണം. അതെത്ര ചെറിയ കുട്ടിയായിക്കൊള്ളട്ടെ, LKGയിലെ കുട്ടിയായിക്കൊള്ളട്ടെ, കുട്ടിയുടെ മനസ്സ് അതിനായി തയ്യാറായിരിക്കണം. അതിനു വേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് ഫോക്കസ് സോൺ അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ. പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്: കുട്ടിയുടെ മനസ്സ് പഠനത്തിനായി തയ്യാറാകുന്നില്ല. കുട്ടി പുസ്തകം തുറക്കും, പക്ഷേ മനസ്സ് ഫോൺ എവിടെയാണെന്ന് അന്വേഷിക്കും. കുട്ടി പെൻസിൽ എടുത്തെന്നിരിക്കും, പക്ഷേ ചെവി TV-യുടെ ശബ്ദത്തിലായിരിക്കും. അമ്മ പറയും പഠിക്കൂ, അച്ഛൻ പറയും എക്സാം വരുന്നു, അധ്യാപകർ പറയും പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. പക്ഷേ കുട്ടിയുടെ ഉള്ളിലൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവും: എനിക്ക് എവിടെ ഇരുന്നാൽ എൻ്റെ മനസ്സ് ശാന്തമാക്കി പഠിക്കാനാവും? കുട്ടിയുടെ മനസ്സ് ചോദിക്കും, എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ വീട്ടിലുണ്ടോ?
ചിലപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സ്ഥലം കാണുമ്പോൾ കുട്ടിക്ക് തോന്നും, എൻ്റെ വീട്ടിൽ ഇതില്ലല്ലോ. എൻ്റെ പഠനത്തെ ഈ വീട്ടിൽ ആരെങ്കിലും സീരിയസ് ആയി കാണുന്നുണ്ടോ? ഇവിടെയാണ് ഫോക്കസ് സോൺ പ്രധാനമാകുന്നത്. പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, നിങ്ങളോട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി, വിഷയം പഠിപ്പിക്കാനല്ല, അവരെ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചോളൂ. കമൻറ്റ് ബോക്സിലോട്ടൊന്ന് എഴുതുവോ നിങ്ങൾ റെഡിയാണോ എന്ന്? ഐ ആം റെഡി എന്ന് എഴുതിക്കോളൂ. കുട്ടികൾക്ക് ഫോക്കസ് എന്നത് പെട്ടെന്ന് വരുന്നൊരു കാര്യമല്ല. ഫോക്കസ് ഒരു മസിൽ ഉണ്ടാവുന്നത് പോലെയാണ്. ഓരോ ദിവസവും എക്സർസൈസ് ചെയ്തെങ്കിൽ മാത്രമേ മസിലിന് ബലം വയ്ക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രതിദിനം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കുട്ടിയുടെ ഫോക്കസ് എന്ന മസിൽ വളരുകയുള്ളൂ. ഒരു കുട്ടിയോട് പെട്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക്, നീ ഇന്നു മുതൽ 2 മണിക്കൂർ കോൺസെൻട്രേഷനോടെ പഠിക്കണം. ഒരിക്കലും നടക്കില്ല. ഒരു ദിവസം മുഴുവൻ മൊബൈൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇനി നീ പൂർണ്ണ ശ്രദ്ധയോടെ പുസ്തകം വായിക്കണം, അത് കുട്ടിക്ക് ഭാരമാവും. പക്ഷേ നമുക്ക് മറ്റൊരു വഴി ചെയ്യാൻ പറ്റും. കുട്ടിക്ക് ചെറിയൊരു ഫോക്കസ് സോൺ ആദ്യം ഉണ്ടാക്കുക. ആ സ്ഥലത്ത് ദിവസവും ആദ്യം ഒരു 5 മിനിറ്റ് ഇരിക്കാൻ നമുക്ക് പറയാം. മെല്ലെ മെല്ലെ കുട്ടി അവിടെ ഇരുന്ന് തുടങ്ങും. 5 മിനിറ്റ് ഇരുന്ന് പഠിക്കാനല്ല പറയുന്നത്, ഇരിക്കാനാണ് നമ്മൾ പറയുന്നത്. അവിടെ കുട്ടിയുടെ മനസ്സ് ആ ഒരു സ്ഥലത്തോട് ഒരു യോജിപ്പ് പ്രകടിപ്പിക്കും. കുട്ടി പുസ്തകം തുറക്കണമെന്നൊന്നും ഇല്ലെന്നേ. ആദ്യം ആ സ്ഥലവുമായി കുട്ടിയുടെ മനസ്സിനെ ഒരു ഫ്രണ്ട്ഷിപ്പിലാക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് മുതൽ നമുക്ക് ഫോക്കസ് ഏരിയയിലേക്ക് കുട്ടിയെ നയിക്കാമെന്ന്. കാരണം ഹാബിറ്റ് തുടങ്ങുന്നത് ആക്ഷനിൽ നിന്ന് മാത്രമല്ല, എൻവയോൺമെന്റിൽ നിന്ന് കൂടിയാണ്. വീട്ടിലെ അറ്റ്മോസ്ഫിയർ കുട്ടിയുടെ ബ്രെയിനിനൊരു ഇൻസ്ട്രക്ഷനാണ് നൽകുന്നത്. അടുക്കളയിൽ പോയാലുടൻ ഭക്ഷണത്തിന്റെ ഓർമ്മ വരില്ലേ? ഫ്രിഡ്ജ് കണ്ടാലുടൻ അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് തോന്നാറില്ലേ? പൂജാമുറിയിൽ പോയാൽ പ്രാർത്ഥനയുടെ ഓർമ്മ വരും. കളിസ്ഥലത്ത് പോയാൽ കളിയുടെ എനർജി വരും. ബാത്റൂമിൽ കയറിയാൽ അതിൽ വെള്ളം ഉണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും, അല്ലേ? പൈപ്പിനകത്ത് വെള്ളം ഉണ്ടെന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അതുപോലെ പഠനത്തിനൊരു സ്ഥലമുണ്ടെങ്കിൽ കുട്ടിയുടെ മനസ്സ് പതിയെ മനസ്സിലാക്കും, ഇതെന്റെ പഠന സ്ഥലമാണ്, ഇവിടെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിനായി ഇരിക്കുന്നു. ഇപ്പോൾ ഒരമ്മയുടെ ജീവിതത്തിൽ നിന്നൊന്ന് നോക്കിക്കണ്ടാലോ. സ്കൂൾ തുടങ്ങാനിരിക്കുകയാണ്, പുതിയ പുസ്തകങ്ങൾ വരുന്നുണ്ട്, യൂണിഫോം വാങ്ങി വെച്ചിട്ടുണ്ട്, തയ്പ്പിച്ചിട്ടുണ്ട്, ബാഗ് ഒരുക്കാനായിട്ട് എല്ലാവരും റെഡിയാകുന്നുണ്ട്, ലഞ്ച് ബോക്സ് ഒരുക്കുന്നുണ്ട്, ഷൂസ്, സോക്സ്, വാട്ടർ ബോട്ടിൽ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടാവും, കുട വാങ്ങിയിട്ടുണ്ടാവും, പുതിയ കുടകൾ വാങ്ങിയിട്ടുണ്ടാവും, കുട്ടിയെ സ്കൂളിലാക്കാനുള്ള വാഹനം ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, കുട്ടിയുടെ മനസ്സൊരുക്കിയോ? പുസ്തകം വാങ്ങി, യൂണിഫോം വാങ്ങി, ബാഗ് വാങ്ങി, പക്ഷേ കുട്ടിയുടെ ഫോക്കസ് ഒരുക്കിയോ? ഇതാണ് പ്രധാന ചോദ്യം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാക്ടീസ് തരുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ബാല്യത്തിൽ എൻ്റെ അച്ഛൻ എനിക്ക് ഒരേ ഒരു പ്ലേസിലെ പഠിക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. കൃത്യസമയത്ത് ഒരേ ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുക. ആ സമയമാകുമ്പോൾ അവിടെ പോയി ഇരിക്കുവാനും പഠിക്കാനും തോന്നുമായിരുന്നു. ആദ്യ കാലങ്ങളിലൊക്കെ കഥപുസ്തകങ്ങളായിരുന്നു അവിടെ എൻ്റെ കൂട്ടുകാര്. ഇതേ കാര്യം ഞാൻ എൻ്റെ മകൾക്കും പിന്നീട് എൻ്റെ സ്കൂളിലെ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തപ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റം ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോക്കസ് സോൺ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണമെന്ന് കുഞ്ഞുങ്ങളോടും ഒപ്പം ഒരുക്കി കൊടുക്കണമെന്ന് മാതാപിതാക്കളോടും ഞാൻ പറയുന്നത്. അനുഭവമാണല്ലോ നമ്മുടെ ഗുരു. സ്കൂൾ തുടങ്ങിയ ശേഷം കുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാം. മോർണിംഗ് റൊട്ടീൻ ഉണ്ടാവാം, സ്കൂൾ ടൈം, വണ്ടി വരുന്നതിൻ്റെ തിരക്കുകൾ, ഹോംവർക്കുകൾ ഉണ്ടാവാം, ക്ലാസ് വർക്ക് ഉണ്ടാവാം, ട്യൂഷൻ, എക്സാം ഫിയർ, ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, പേരൻസിൻ്റെ പ്രഷർ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ പുതിയൊരു ഹാബിറ്റ് തുടങ്ങാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഇന്ന് തന്നെ കുട്ടിക്ക് സ്കൂൾ തുടങ്ങുന്നതിന് മുൻപേ, വെക്കേഷൻ ടൈമിൽ തന്നെ, സ്കൂൾ റീ ഓപ്പണിങ്ങിന് മുന്നുള്ള ദിവസങ്ങളിൽ ചെറിയ പഠനസ്ഥലം ഒരുക്കി കുട്ടിയുടെ മൈൻഡ് സെറ്റാക്കാൻ ഞാൻ പറയുന്നത്.
എൻ്റെ സ്കൂള് തുടങ്ങുന്നു, എൻ്റെ ഈ വർഷത്തെ ലേണിംഗ് ജേർണി തുടങ്ങുന്നു, എൻ്റെ ഹാപ്പി ജേർണി തുടങ്ങുന്നു. കുട്ടിക്ക് ചിന്തിക്കാമല്ലോ, എനിക്ക് പഠിക്കാനുള്ള എൻ്റെ സ്വന്തം സ്ഥലത്തിരുന്ന് ഞാൻ പഠിക്കും. ഇത് കുട്ടിയുടെ ഉള്ളിൽ ഓണർഷിപ്പ് ഉണ്ടാക്കും. ഫോക്കസ് ഓൺ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പണിഷ്മെന്റ് കോർണർ ആവരുത് ഒരിക്കലും. കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ സ്ഥലത്തേക്ക് തള്ളിവിട്ട് അവിടെ പോയിരുന്ന് കരയാൻ അനുവദിക്കരുത്. ആ സ്ഥലം സന്തോഷത്തിൻ്റെ സ്ഥലമായിരിക്കണം. അത് സന്തോഷത്തിൻ്റെ എനർജി ആയിരിക്കണം കുട്ടിക്ക് കൊടുക്കേണ്ടത്. അത് ഓർമ്മിച്ചോളുക. മറ്റൊരു കാര്യം, ഫോക്കസ് സോണിലിരുന്ന് കുട്ടി പഠിക്കുമ്പോൾ കുട്ടിയെ വഴക്ക് പറഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയാം. പക്ഷെ വഴക്ക് പറയുന്ന രീതിയിൽ പറഞ്ഞാൽ കുട്ടി പഠിക്കില്ല. ഇത് നിന്റെ പഠനസ്ഥലമാണ്, നിന്റെ സ്വപ്നങ്ങൾ വളർത്താനുള്ള സ്ഥലമാണിത്. ഇവിടെ നീ കുറച്ച് സമയം ഇരുന്ന് നോക്കൂ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഈ വാക്കുകൾ അമ്മയുടെ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് കുഞ്ഞിനെ അതിലേക്ക് കൊണ്ടുവരിക. നയപരമായ ചില പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഫോക്കസ് സോണിൽ നല്ല വെളിച്ചം ഉണ്ടാവണം, നല്ല നാച്ചുറൽ ലൈറ്റ് ഉണ്ടാവണം, നല്ല കാറ്റുണ്ടാവണം. അതുപോലെ ഒരുപാട് സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കേണ്ട. പഠനമേശയിൽ കളിപ്പാട്ടങ്ങൾ പാടില്ല, സ്നാക്സ് പാടില്ല, മൊബൈൽ പാടില്ല, ആവശ്യമില്ലാത്ത പേപ്പറുകളൊന്നും വേണ്ട. പഠന സാധനങ്ങൾ മാത്രം റെഡിയാക്കി വെക്കുക. കുട്ടി പഠിക്കാൻ ഇരുന്ന ശേഷം പെൻസിൽ തേടാൻ ഓടി നടക്കരുത്. ഇറേസറും അവിടെ കാണണം. സ്കെയിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് നടക്കാനിടയാക്കരുത്. കുട്ടിക്ക് സ്റ്റഡി ടേബിളിൽ എല്ലാം ഉണ്ടാവണം. കുട്ടിക്ക് അന്ന് പഠിക്കാനുള്ള എല്ലാ വസ്തുക്കളും അവിടെ ഉണ്ടാവണം. ഒപ്പം കുട്ടിക്ക് ഒരു ഡയറിയും അവിടെ ഉണ്ടാവണം. ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് ചെയ്തു എന്ന് ഉറപ്പാക്കാനായിട്ടൊരു ഡയറി. കുട്ടി പഠനം കഴിഞ്ഞ് ഓരോ വിഷയം കഴിയുമ്പോഴും ആ ഡയറിയിൽ വേണം മാർക്ക് ചെയ്യാൻ, ഞാൻ ഇന്നത് പഠിച്ചു കഴിഞ്ഞു എന്ന്. മറ്റൊന്ന്, മൊബൈൽ ഫ്രീ സോൺ ആയിരിക്കണം. യാതൊരു കാരണവശാലും പഠനമേശയുടെ അടുത്ത് പോയിരുന്ന് കുഞ്ഞ് മൊബൈൽ കാണാൻ അനുവദിക്കരുത്. അതൊരു സേക്രഡ് പ്ലേസ് ആണ്. നമ്മുടെ ദേവാലയം പോലെ ലേണിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഈശ്വരീയമായ ഒരു പ്രക്രിയ നടക്കുന്ന ഒരു സ്ഥലമായിട്ട് കുട്ടി കാണട്ടെ പഠനം. നമ്മുടെ ജീവിതത്തിൽ ഗർഭപാത്രം മുതൽ മരണക്കിടക്ക വരെ പഠിച്ചുകൊണ്ടിരിക്കുക പുതിയ പുതിയ പാഠങ്ങൾ. അപ്പോൾ ആ പഠനത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അമ്മ മൊബൈൽ പിടിച്ച് കുട്ടിയുടെ അടുത്ത് വന്നിരുന്നിട്ട് നീ ഫോക്കസ് സോണിലിരുന്ന് പഠിച്ചോ എന്നും പറയരുത്. കാരണം കുട്ടിയുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. ഫോക്കസ് സോൺ എന്നത് കുടുംബത്തിനും ഒരു ഡിസിപ്ലിനുള്ള സ്ഥലമായി മാറണം. ഇവിടെ ഒരു നല്ല പ്രാക്ടീസ് നമുക്ക് കുട്ടിക്ക് കൊടുക്കാം. ഫോക്കസ് ഓൺ ക്രിയേറ്റ് ചെയ്യുന്ന ദിവസം കുട്ടിയെ വിളിച്ചിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ പറയാം, ഇത് നമ്മൾ നിന്റെ കൂടെ സന്തോഷത്തിന് വേണ്ടി ഒരുക്കുന്ന പഠനസ്ഥലമാണ്. കുഞ്ഞിന് സന്തോഷത്തോടെ പഠിക്കാൻ ഒരുക്കുന്ന, ലേണിംഗ് ഫെസ്റ്റിവലിന് വേണ്ടി ഒരുക്കുന്ന പഠനസ്ഥലമാണ് എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. കുട്ടിക്ക് നല്ല കോട്ടുകൾ അവിടെ എഴുതി വെക്കാം. കുട്ടിയുടെ ഇഷ്ടമുള്ള ബുക്കിൽ എഴുതി വെക്കാം. കുട്ടിക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടി തന്നെ ആ കോട്ട് എഴുതി ഒരു പേപ്പറിൽ ഒരു ചിത്രമൊക്കെ വരച്ച് അവിടെ വെച്ചോട്ടെ. കുട്ടിയുടെ ഇഷ്ടമനുസരിച്ച് അവിടെ പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. അവിടെ ഒരു ചെറിയ പ്ലാന്റ് വെക്കണോ, അതും കുട്ടിക്ക് തീരുമാനിക്കാം. ഒരു ഗോൾ കാർഡ് വെക്കണോ, അതും കുട്ടിക്ക് തീരുമാനിക്കാം. അടുത്ത ദിവസം ഞാൻ ഗോൾ കാർഡിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. അമ്മ തീരുമാനിച്ച് കുട്ടിയെ ഇരുത്തിയാൽ മതി, അത് ഓർഡറിലായിക്കൊള്ളും. പക്ഷെ കുട്ടിയെ കൂടെ ചേർത്തുകൊണ്ട് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഇതാണ് കോൺഷ്യസ് പേരന്റിങ്. ബോധപൂർവം കുഞ്ഞിനെ കുഞ്ഞിൻ്റെ വഴിയിലേക്ക് നയിക്കുക. ഫോക്കസ് ഓൺ ക്രിയേറ്റ് ചെയ്ത ശേഷം 7 ദിവസം നമ്മൾ പ്രാക്ടീസ് കൊടുത്താൽ സ്കൂളിൽ പോകുന്ന ദിവസം രാവിലെ കുട്ടി എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ട് പൊയ്ക്കോളും. കുട്ടിയുടെ ആവശ്യമാണിപ്പോൾ പഠനം. കുട്ടി തന്നെ പഠനമേശ ക്ലീൻ ചെയ്തോളും.
ബുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചോളും. സബ്ജക്റ്റ് വൈസായിട്ട് ടൈം ടേബിൾ അടുക്കിക്കോളും. 10 മിനിറ്റ് ശാന്തമായി ഇരുന്ന് കുട്ടി വായിച്ചുകൊള്ളും. പഠിച്ച കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിക്കൊള്ളും. പഠിച്ച കാര്യങ്ങൾ അമ്മയോട് പറയുന്നുണ്ടാവും. സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്നുണ്ടാവും. മൊബൈൽ മാറ്റി വെച്ചിട്ട് കുഞ്ഞ് പഠിക്കാൻ തുടങ്ങും. സ്വന്തം ശബ്ദത്തിൽ കുഞ്ഞ് പറയും, ഇതെന്റെ ഫോക്കസ് സോൺ ആണ്, ഇവിടെയാണ് ഞാൻ എൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും വ്യത്യസ്തമായി നമുക്കൊന്നിച്ച് പ്രയത്നിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രം. ഞാനിവിടെ തരുന്ന വോയിസ് ഓവറിൽ നിന്നും നിങ്ങൾക്ക് ഗ്രഹിക്കാനായ കാര്യം ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. എന്നിട്ട് അതനുസരിച്ച് എല്ലാ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു.